എനിക്ക് ഓർമ്മയില്ല. വെളിയിൽ നിന്ന് കോസ്റ്റ്ലി 2000 ദിർഹംസ് വരൂലേ? എല്ലാവർക്കും കണ്ടന്റ്, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരാളുടെ ജീവിതം ഇങ്ങനെ അവര് ജീവനോടെ ഇരിക്കുന്നില്ല ഇപ്പോഴും. എന്തൊക്കെയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് ഇതിനൊന്നും പ്രതികരിക്കാത്തത്? എന്തൊക്കെയാണ് അവരെ കുറിച്ച് പറയുന്നത്? അത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒരു സമൂഹത്തിന് മുമ്പിലാണ്. താങ്കൾ സ്വന്തം വീട്ടിൽ സ്റ്റുഡിയോയിൽ ഇരുന്ന വീട്ടിൽ തീർച്ചയായിട്ടും ആൾക്കാർ കമന്റ് ചെയ്യില്ല. കമന്റ് ചെയ്താൽ എനിക്ക് വിഷയമൊന്നുമില്ല. എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് താരങ്ങൾ എല്ലാം കൂടെ കൂടി ഒരു ക്രിക്കറ്റ് കളിയുടെ ഒരു ഇതാണ് ഇന്നത്തെ വീഡിയോ. കാര്യം എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാ സീസണിലെ ആൾക്കാരുണ്ട്. ഇന്ന സീസണിൽ 8 ടീം കണ്ടായിട്ടാണ് ഇവർ കളിച്ചത്. പഴയ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്, പിന്നെ ചിലരൊന്നും കണ്ടില്ല, ചിലരൊക്കെ ഉണ്ട്. അക്ബറ കാര്യങ്ങളൊക്കെ മിക്കവരും ഇതിനകത്ത് കണ്ടു. പിന്നെ നമ്മുടെ രേണുവിൻ്റെ ഹനാനെ കണ്ടു, രേണുവിനെ പറ്റി പറഞ്ഞ ഹനാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, പഴയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ശോഭ ഉണ്ടായിരുന്നു. അങ്ങനെ ശോഭ പിന്നെ എവിടെ ചെന്നാൽ ഇപ്പോഴും ബിഗ് ബോസിൽ നിന്ന് ഗെയിം കഴിഞ്ഞ് പുറത്ത് വന്നിട്ടില്ല ശോഭ. ഇപ്പോഴും എവിടെ ചെന്നാലും ആ പ്രാവശ്യം വിൻ ചെയ്ത അഖിൽമാരാറുടെ കുറ്റം പറച്ചിലാണ് എവിടെ ചെന്നാലും ഇപ്പോഴും നടത്തുന്നത്. കാര്യം അവർക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ആ ഒരു ഗെയിം അവർ വിടാതെ കൊണ്ടു നടക്കുന്നത്. ബാക്കി എല്ലാവരും അവരുടെ റിയൽ ലൈഫിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒത്തിരി പേരുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിമിനെയൊക്കെ ഇത്രയും മോശമാക്കി ഇങ്ങനെ ഇറക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ദുഃഖകരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഒരു ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ആരാധനയാണ്. ഇവർ ചെയ്തോട്ടെ, ഒന്ന് പ്രാക്ടീസ് ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ച് ഇതുപോലെ ഞാൻ പറഞ്ഞ നേരത്തെ ഒത്തിരി ഉണ്ട്. ഫുക്രുമൊക്കെ ഉണ്ട്, ഫുക്രുണ്ട്. പിന്നെ സായിയൊക്കെ നല്ലപോലെ ക്രിക്കറ്റ് കളിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഫുക്രുമൊക്കെ നല്ലപോലെ ക്രിക്കറ്റ് കളിക്കുന്നതാണ്. അങ്ങനെ കുറേ ടീമൊക്കെ ഉണ്ട്. പിന്നെ അഭിലാഷൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവരൊക്കെ ഉണ്ട്. പക്ഷേ എന്നതൊക്കെയാണ് കാണിച്ച് കൂട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. ഒരുമാതിരി കോമാളിത്തരം പോലെ നല്ലൊരു ഗെയിമിന് അതിനൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട്. ക്രിക്കറ്റ് എന്നാണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ഒരു ഗെയിമാണ് ഇവർ കളിക്കുന്നത്, അങ്ങനെ എന്തോ ഒരു ഇതാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എന്നാണേലും സിനിമാക്കാർ കിടന്ന് കാണിക്കുന്ന പോലൊക്കെ കിടന്ന് അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വന്നിറങ്ങുന്നത്. അതും സിനിമയിൽ നിന്ന് ഇതിനെപ്പറ്റി കുറച്ചെങ്കിലും അറിയാവുന്ന കുറേ ആൾക്കാരെ തിരഞ്ഞെടുത്ത് അത് നല്ലൊരു ടീമുണ്ട്, അത് അതിനൊരു ലീഡറുണ്ട്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതൊക്കെ എന്നാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് ഗെയിം ഇതൊക്കെ കാണും മനസ്സിലാവും. ചിരിക്കാനും ഉണ്ട് കേട്ടോ, കുറേ ചിരിക്കാനുണ്ട്. ഇപ്പോൾ രേണു തന്നെയല്ല ഇതിനകത്ത് ഇങ്ങനെ കാണിച്ചേക്കുന്നത്. ചിലപ്പോൾ എല്ലാവരും ഓർക്കും രേണുവിൻ്റെ കുറ്റം പറയാൻ വേണ്ടിയായിരിക്കും. കുറ്റം പറയുന്നൊന്നുമില്ല, കാണിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ രേണു പതിവ് പോലെ തന്നെ ആ പഴയ ആ ഒന്ന് ഒതുക്കമൊക്കെ മാറി വീണ്ടും ഫുൾ പവറിൽ വന്നിട്ടുണ്ട്. കാര്യം അതെനിക്ക് തന്നെ ശാരികയുടെ ഫുൾ സപ്പോർട്ടാണ്. ഇത്രയും ഇവർ വീണ്ടും ഇനി ഇവർക്ക് നെഗറ്റീവ് വരാനുള്ള പരിപാടിക്കാണ് വീണ്ടും തുറക്കിട്ട് കൊടുക്കുന്ന ശാരിക. ഞാൻ ഒരു കാര്യം പറയാം, രേണുവിൻ്റെ കൂടെ നിന്ന് പലരും രേണുവിൻ്റെ നെഗറ്റീവിലേക്ക് പോകാൻ വേണ്ടിയാണ് കൊണ്ടു നടക്കുന്നത്. അതിലൂടെ അവർക്ക് റീച്ച് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ ലാസ്റ്റ് വരുന്ന സംഭവം എന്നായിരിക്കും അറിയോ, ഇവരെല്ലാവരും അങ്ങ് മാറും. രേണു മാത്രമായിരിക്കും ഈ നെഗറ്റീവ് നിൽക്കുന്നത്. രേണുവിനെ മാത്രമായിരിക്കും എടുത്തിട്ട് അലക്കുന്ന എല്ലാ റിയേഷൻ മീഡിയക്കാരും രേണുവിൻ്റെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളായിരിക്കും എടുത്തിട്ട് അലക്കുന്നത്. അത് തന്നെയാണ് ഈ ശാരിക കഴിഞ്ഞ ദിവസം വന്ന് കുറേ ഡയലോഗ് അടിച്ചായിരുന്നു. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ശാരിക പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാം. അപ്പം ഈ വരുന്നവരുടെ ഇതനുസരിച്ച് കിടന്ന് തുള്ളാൻ തിന്നാൽ രേണു തന്നെ നാറത്തുള്ളൂ. രേണുവിനെ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് മോശം എന്നുള്ളൊരിത് വരത്തുള്ളൂ. ഇവൾമാർക്ക് ആർക്കും വരത്തില്ല. ഇവൾമാരല്ലേ ഇവൾമാരുടെ പൊടിയും തട്ടി എണീറ്റ് ഇവൾമാരങ്ങ് പോകും. അല്ലാതെ രേണുവിനെ ആ സമയത്ത് ഇവരാരും കെയർ ചെയ്യാൻ നിൽക്കത്തില്ല. അങ്ങനെ കെയർ ചെയ്യാൻ നിൽക്കുന്ന ഒരുത്തിയായിരുന്നെങ്കിൽ ഷെബീന ബിബി ഏറ്റവും കൂടുതൽ എടുത്തിട്ട് അലക്കിയ സമയമാണ് ഇവരുടെ ദുബായിലെ വിഷയങ്ങൾ. തെളിവ് സഹിതം പലതും പുറത്ത് കൊണ്ടുവന്ന സമയത്ത് ഈ ശാരിക എവിടെ ആയിരുന്നു? ഒരു റിയാക്ഷനും കണ്ടില്ലായിരുന്നല്ലോ. എല്ലാം നിർത്തി അവരൊന്ന് ഒതുങ്ങി. അവർ ഇനി ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്നില്ല, ഇനി അവരെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞൊരു മൂലയ്ക്കോട്ട് ഇരുന്നപ്പോഴത്തേക്ക് ശാരിക വീണ്ടും അതിൻ്റെ സൈഡിൽ തീ കൊളുത്തിയിട്ട് കൊടുത്തു. അപ്പോഴാണ് മറ്റേ ഇവരുടെ മാനേജറുടെ കുറേ കഥകളൊക്കെ പുറത്തോട്ട് കൊണ്ടുവന്നത്. അവർ പിന്നെ വിളിച്ച് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുമായിട്ടൊരു വിഷയമില്ല, എന്നെ ആവശ്യമില്ല, വലിച്ചേറിണ്ട്. അവിടെ നിർത്തി ഷെബീന ബിബി ആ ഒരു കാര്യം. അത്രയേ ഉള്ളൂ. പക്ഷേ രേണു ഇതറിയുന്നില്ല. എനിക്കൊന്ന് രേണു സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നുണ്ട്. രേണു ഒരു പൊങ്ങത്തരം പിടിച്ചൊരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരെങ്കിലും ഇച്ചിരി പൊക്കി കഴിയുമ്പോഴത്തേക്ക് രേണു പിന്നെ അങ്ങ് പൊങ്ങിക്കഴിഞ്ഞ് പിന്നെ രേണുവിന് ആദവും ഭൂതവും എല്ലാം ഇളകി വെച്ച് പിന്നെ വായി വരുന്നതെല്ലാം വിളിച്ച് പറയുക എന്നുള്ളതാണ് രേണുവിൻ്റെ പരിപാടി. ഇതാണ് സ്ഥിരമായിട്ട് കാണിക്കുന്നത്. അല്ലാതെ ഒരു പ്രശ്നം വന്നു അതിന് ഞാൻ ഇന്ന പോലെ പറഞ്ഞിട്ടാണല്ലേ എൻ്റെ ഭാഗത്തുനിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കയ്യിലെ കുഴപ്പം കൂടെ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വിഷയങ്ങൾ വരുന്നത്, എനിക്ക് ഇത്രയും നെഗറ്റീവ് വരുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ നോക്കി കണക്ക് നിന്നേക്കാം എന്നൊന്നും ചിന്തിക്കത്തില്ല. ഞാൻ പറയുന്നത് അവിടെ ഇത്രയും ആൾക്കാർ വന്നു, അവർക്ക് ആർക്കും ഒന്നും പറയാനില്ല. ഇപ്പോഴും രേണു ആ പഴയ കാര്യങ്ങളാണ് എടുത്ത് ഇവന്മാർ ചോദിക്കുമ്പോൾ രേണുവിന് പറയാമല്ലോ, കഴിഞ്ഞു പോയി, അതവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിന് പറയാനുള്ള മറുപടിയും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇനി എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവന്മാർ ഇതും ചോദിച്ചുകൊണ്ട് പുറകെ വരികയില്ല. പക്ഷെ അങ്ങനെയല്ല, രേണു അന്നേരം ഇപ്പോൾ ഇച്ചിരി പമ്മി നിൽക്കുമല്ലേ, അന്നേരം നെഗറ്റീവിലൂടെ തന്നെ വീണ്ടും കയറി വന്നേക്കാം എന്നുള്ളൊരു മൈൻഡ് തന്നെയാണ് അവർ കാണിക്കുന്നത്. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലിട്ടൊരു വീഡിയോയ്ക്കകത്ത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ തമനയിൽ കണ്ട് മാത്രം നിങ്ങൾ അതിലേക്ക് വരാനും അതിൽ ചിലപ്പം ഉള്ള കാര്യത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മൾ അതിനകത്ത് കൊടുത്തേക്കുന്നത്. അത് മാത്രം വായിച്ച് ആ ഒരു വീഡിയോ വിലയിരുത്താൻ വരരുത്. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്താൻ മതി. ഇന്നത്തെ ഒരു ഡാൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ബാർ ഡാൻസിൻ്റെയോ എന്തോ പരിപാടിയാണ്, അത് എവിടെയോ നടന്നതാണ്. അത് ഇൻസ്റ്റയിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് രേണു അല്ല എന്ന് തന്നെയാണ് ഞാൻ അതിനകത്ത് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു കമൻറ്റ് വന്നിട്ട് ഇങ്ങനെ കുറേ എന്നതാ പറയുന്നത്,
മറ്റുള്ളവരുടെ ഭാഷ പറഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങളൊന്നെങ്കിൽ വന്നിച്ച് ഇങ്ങനെ പൊട്ടത്തരങ്ങൾ കമൻറ്റ് ഇടാതിരിക്കുക. അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്നവർ. ഇതിനകത്ത് റീന എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയാണ് ഒന്ന് കമൻറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നാണമില്ലേ രേണു അല്ലാത്ത ഒരു കാര്യത്തിന് രേണുവിൻ്റെ ബാർ ഡാൻസ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ? ഇതിലും നല്ലത് മറ്റെന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കുന്നത്. ഇതുപോലെ തെണ്ടിത്തരം ചെയ്യാതിരിക്കും. ഞാൻ അതിനകത്ത് എന്ത് തെണ്ടിത്തരമാണ് പറഞ്ഞത്? ഞാൻ രേണു എന്ന് പറഞ്ഞു നിങ്ങളോട്. ഞാൻ രേണു എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അതിനകത്ത് രേണുമല്ല, രേണുവിനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് എടുത്ത് നല്ല വ്യക്തമായിട്ടേ പറഞ്ഞിട്ടുണ്ട്. രേണു അല്ല വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോൾ ഞാനും ഒന്ന് ഇതായിപ്പോയി, രേണു ആണോ എന്നൊരിതായിപ്പോയി. പക്ഷേ രേണു അല്ല എന്നാണ് ഞാൻ പറഞ്ഞതിനകത്ത് ചെയ്തിരിക്കുന്നത്. കാര്യം അത് രേണു ആണെന്ന് പറയുന്നവർക്ക് അത് തിരുത്തി കൊടുക്കുകയാണ് ചെയ്തത്, രേണു അല്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഞാൻ എന്ത് വീഡിയോയിലൂടെ പറയണമെന്നുള്ളത്. അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വീഡിയോ കാണുന്നവരുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. കാര്യം ശ്രീജി ഗോപിനാഥ് എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ് ശ്രീജി. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമായതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് ചെയ്യാൻ തോന്നുന്നത്. ഒരുപാട് സന്തോഷമായിട്ട്. ഈ ശ്രീജി ഗോപിനാഥ് കൊടുത്തേക്കുന്നത് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇവരാണ് ശ്രീജിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾ ആദ്യം ഈ വീഡിയോ മുഴുവനും കണ്ടിട്ട് കമൻറ്റ് ചെയ്യൂ. അത്രയെങ്കിലും വിവേകം കാണിക്കൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. വിവേകം എന്നാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് വി ആണ് ഉദ്ദേശിച്ചായിരിക്കും, ചിലപ്പോൾ എച്ചാണ് വന്നിരിക്കുന്നത്. വിവേകം കാണിക്കൂ, വിവേകമല്ല വിവരം കാണിക്കൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. വിവരം കാണിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നു. അതിൻ്റെ താഴെയാണെങ്കിൽ ജയന്തി എന്ന് പറഞ്ഞ ഒരാളും വന്നിച്ച് അതിൽ നിന്ന് കമൻറ്റ് താങ്ക് യു ജയന്തി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ സത്യം പറയണം, നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളുള്ളതുപോലെ പറയുന്നുള്ളൂ. അല്ലാതെ ഒരാൾ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറഞ്ഞ് ഒരിക്കലും വന്ന് പറയുന്നത് അങ്ങനെ ഒരു അബദ്ധം നമ്മളെ പറ്റിയാൽ പോലും അതിന് അടുത്ത വീഡിയോ നമ്മൾ പറയും അതിങ്ങനെ അല്ലായിരുന്നു, അങ്ങനെ ആയിരുന്നു, നമ്മൾ ചെയ്ത വീഡിയോയ്ക്ക് നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് തന്നെ വീഡിയോ ചെയ്ത് തന്നെയും. കാര്യം ഒരാളെ പറ്റി നമ്മൾ ഇല്ലാത്ത പറയേണ്ട കാര്യമില്ല. ഇതുള്ളത് മാത്രം ആ വീഡിയോ സഹിതം എടുത്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിച്ച് നിങ്ങളോടൊക്കെ എനിക്ക് ഈ റീനയോടൊക്കെ പറയാനുള്ളത്, ഇച്ചിരിയെങ്കിലും തലയ്ക്കകത്ത് ഒരു എന്താ ആരോ പറഞ്ഞ പോലെ തലച്ചോറോ ഇല്ല ഇച്ചിരി പൊതിച്ചോറെങ്കിലും വെച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇടുക. അല്ലാതെ വന്നിച്ച് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യിരിക്കുന്ന മൊത്തം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ ചിലപ്പോൾ ഇതിന് റിപ്ലൈ പോലും തന്നെന്ന് വരത്തില്ല. ഞാൻ മനങ്ങാൻ പോകത്തില്ല ഇങ്ങനെയുള്ളതൊക്കെ. വിവരം ഇല്ലാത്തതിനൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷേ ഇത് വീഡിയോ ഞാൻ കണ്ടതിന് താഴെ റിപ്ലൈ കണ്ടുകൊണ്ടാണ് ഞാൻ നോക്കിയത്. അപ്പം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പം ഞാൻ മറുപടി കൊടുക്കാൻ തന്നെ നിങ്ങൾ കൊടുത്തതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. കാര്യം വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആദ്യം തന്നെ രേണുവിൻ്റെ ഗ്ലാസ് വീണ്ടും പൊങ്ങച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ആ ഗ്ലാസിനെ പറ്റി പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. രേണുവിനോട് ഇതൊക്കെ ചോദിക്കുകയുള്ളൂ, വേറെ ആരോടും ചോദിക്കുകയില്ല. രേണുവേ അതിനൊക്കെ ബ്ലാ 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 എന്നൊന്ന് പറയാൻ നിൽക്കത്തുള്ളൂ. നമുക്കൊന്ന് കേൾക്കാം. $2000 ദിർഹംസ് വരില്ലേ? 3000 ദിർഹംസ് വരും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കേട്ടല്ലോ, വീണ്ടും ക്യാമറ ആയിട്ട് പുള്ളിക്കാരുടെ ഇളക്കങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് പലതും തോന്നുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിനി അടുത്തത് രേണുവിൻ്റെ കാര്യം പറഞ്ഞത് വേറെ കാര്യമാണ്. നമ്മുടെ സത്യം പറഞ്ഞവരെ കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും കേട്ടോ. ജാൻമണി വന്ന് കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അടിച്ചിട്ട് ജാൻമണി ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. നിങ്ങൾ ഈ കളിയൊന്ന് കണ്ടു നോക്കുക. ഇതവർ അതേ ബോൾ വന്നിട്ടാകുമ്പോഴേ അവർ ഔട്ടാണ്. ആ ബോൾ എടുത്ത് എറിഞ്ഞതിന് ശേഷം അവർ ഓടുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോ നേടാം. ഇതിനെപ്പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാൻ പറ്റാത്ത കുറേ എണ്ണത്തിന് ഇറക്കി കാണിച്ചേക്കൊണ്ട് ഒരു കോമഡി ആയിട്ട് നമുക്കിത് കണ്ടിരുന്ന് രസിക്കാം. പക്ഷേ ഇതിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കിത് കാണുമ്പോഴല്ലേ ദേഷ്യവും ഭ്രാന്തും കയറും. കാര്യം ഇതിനൊക്കെ ഇത്രയും മോശമാക്കി കാണിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് കണ്ടു നോക്കാം. കളി തീരാറങ്ങാണ്ടായെന്ന് തോന്നുന്നു. 4 പന്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് എതിരെ നിൽക്കുന്ന ആരെന്നറിയോ? അനീഷ്. അത് അതിനേക്കാൾ വലിയൊരു പൊട്ടങ്ങ് കാണാൻ പറയട്ടെ. അനീഷ് പറയാം ഓടി എടുത്തോളായിരുന്നു. ജാൻമണി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഇവർ കുറേ ആൾക്കാർ കൂടി ഇതിനകത്ത് നല്ലതായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട് കേട്ടോ. അക്ബറൊക്കെ നല്ലതായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ അറിയാവുന്നവരെന്തോ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഇതൊന്നും പറഞ്ഞു കൊടുത്തുകൂടെ എന്ന് ഓർക്കുന്നത്. ഇവർ ചുമ്മാ ഒരു ടീം ഉണ്ടാക്കി ഇവരുടെ ടീമിൻ്റെ പേര് പോലും അറിയാതാണ് ഇവർ പലരും വന്നിരിക്കുന്നത്. രേണുവിനോട് ചോദിക്കുമ്പോൾ രേണു അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുന്നുണ്ട് എന്നാ ടീമിൻ്റെ പേര്. കാര്യം ഇവർക്കൊന്നും ഈ ടീമിൻ്റെ പേര് പോലും അറിയത്തില്ല. ഇവിടെ നടക്കുന്നത് ഈ ക്രിക്കറ്റ് കളിയാണെന്ന് മാത്രം അവർക്കറിയാം. അത് എന്നതാണ് എങ്ങനെയാണ് എന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. ഏതൊക്കെയോ ടീമുകളുണ്ട്, 8 ടീമുണ്ടെന്നറിയാം. അതിൻ്റെ പേരോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏത് ടീമിലാണ് ഉള്ളതെന്ന് പോലും അറിയത്തില്ല കേട്ടോ. കോമഡിയായിട്ട് നമുക്ക് ചിരിക്കാൻ രസമുണ്ട്. ജാൻമണി അടുത്ത് ചോദിക്കാം ബാറ്റ് ചേച്ചി പോയിട്ട് ബോളോട് തെരഞ്ഞേച്ച് പോകുന്നു. ഇത്രയും പൊട്ടത്തരം കാണിക്കുമോ? അതിനകത്ത് കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്. കൊച്ചുപ്രാമൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ചിരിക്കാനും കുറേ ഉണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് കൂടെ നാണക്കേട് വരുത്തുന്ന കുറേ കാര്യങ്ങൾ കിടന്ന് കാണിക്കുന്നുമുണ്ട്. എന്നാണല്ലോ ഇതൊരു കോമഡി ആയിട്ടൊക്കെ അവർ അവതരിപ്പിക്കുകയായിരുന്നെങ്കിൽ രസമാണ്. നമുക്കത് കോമഡി എന്നെങ്കിലും പറയാം. ഇത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്.
രേണുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, വീണ്ടും ക്യാമറ കണ്ടപ്പോഴത്തേക്ക് രേണുവിൻ്റെ പഴയ സ്വഭാവങ്ങളോട് വന്ന് എന്നുവെച്ചാൽ ഇളക്കം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്യാമറ കണ്ടു ഇളക്കം തുടങ്ങി എന്ന് വേണം പറയാനായിട്ട്. ഒന്നും ഒതുങ്ങി നിൽക്കുന്നിടത്തുനിന്ന് വീണ്ടും അതേ രീതിക്ക് തന്നെ കയറി, അത് നൈറ്റിലൂടെ തന്നെ കയറി വരാൻ ഇവർ ആഗ്രഹിക്കുന്നത് കേട്ടോ, അല്ലാതെ നല്ല രീതിക്കില്ല. അവിടെ അത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് ആർക്കും ഇല്ല ഒന്നും പറയാം. ഇവർ ഈ കാര്യങ്ങളാണ് ഇപ്പോഴും എടുത്തിരുന്നത്. എത്ര നാൾ മുമ്പ് പറഞ്ഞത്. പിന്നെ രേണു ഇതൊട്ടും ന്യായീകരിക്കാൻ നിൽക്കേണ്ട. രേണു പറയുന്നത് കോഫി കുടിക്കാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു. മാനേജർ അങ്ങനെയല്ല ഒരിക്കലും എടുത്ത് ചോദിച്ചേക്കുന്നത്. ആ കമൻറ്റൊക്കെ ഇപ്പോഴും നമ്മുടെ പഴയ വീഡിയോകളിൽ കിടപ്പുണ്ട്. ആ ഒരു ചാറ്റ് ശരിക്കും നല്ല വ്യക്തമായിട്ട് കിടപ്പുണ്ട്. നാട്ടിൽ വരുമ്പോൾ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കാണാമെന്ന്, റേറ്റ് എത്രയാണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മാനേജറോട് ചോദിക്കാനുണ്ട്, അല്ലാതെ ഞാൻ നാട്ടിൽ വന്ന് നമുക്കൊന്നിച്ചൊരു കോഫി കുടിക്കാമെന്നോ അല്ലെങ്കിൽ ഷാർജ കുടിക്കാമെന്നോ അതൊന്നും അല്ല പറഞ്ഞത്. രേണു പറയുന്നത് ഷേക്ക് കുടിക്കാമെന്നാണ് ചോദിച്ചത്, കോഫി കുടിക്കാന്നിട്ട് ആ ഒരു ട്രൈബിന് പോകാം അങ്ങനെയൊന്നും അല്ല ചോദിച്ചേക്കുന്നത്. ആ ചോദിച്ചേക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ട പൊട്ടരൊന്നും അല്ല കാണുന്നിരുന്നു. എന്നാണെങ്കിലും അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വെളുപ്പിക്കും തോറും നിങ്ങൾ സ്വയം നാണം കെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളത് മിണ്ടാതിരിക്കാമെങ്കിൽ മനുഷ്യരത് മറന്നേലും പോകും. മാനേജർ എന്ന് പറയുന്ന ആളെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അയാൾ ഭയങ്കര മോശമായിട്ടുള്ള സ്ത്രീയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? പറയുന്നവളാണ് മോശം. അവരുടെ കരിഷ്മ. എന്റെ മാനേജർ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്. കൊച്ചുമ്പോ എവിടെയാണ് പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിപ്പോ ട്രോളായി കേട്ടോ. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ചായ കുടിക്കാൻ പോകണം. അതെ, ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് എന്റെ കൂടെ ഇപ്പൊ ചായ കുടിക്കണമെങ്കിൽ ഞാൻ മാനേജറെ കോൺടാക്ട് ചെയ്യാൻ പറയാം. ഇത് ഈ ഒരു വിഷയം ഇവർ വാ തുറക്കാതിരിക്കാമെങ്കിൽ അത് ഈ റിയാക്ഷൻ മീഡിയക്കാർ ഇവർ ഈ ചെല്ലുന്നിടത്ത് എല്ലാം എതിർത്തിട്ട് പറയുന്നതുകൊണ്ടാണ് വീണ്ടും 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇവരെവിടെ ചെന്നാലും ഉണ്ട് ഇവന്മാർ കേട്ടോ, അതില്ലാതെ ഇല്ല. അവന്മാരെടുത്തിട്ട് പിന്നെ ഏതോ ഒരുത്തനെ ഏതാണ്ട് ഒരു പേര് വന്നിട്ട് അവനെ പിടിച്ച് ഞാൻ ഇവനെ ആദ്യമായിട്ട് കാണുക കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇവർ നെഗറ്റീവാണ് ഉണ്ടാക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അദ്ദേഹത്തെ അവനെ കെട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ അവർ കാണുമ്പോൾ പറ്റിയതിന് പുറത്ത് മാറി നീ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന് മാത്രമേ കെട്ടിപ്പിടിച്ചാലേ കെട്ടിപ്പിടുത്തമാവുള്ളൂ. അത് അങ്ങനെ ഇവർക്ക് അത് നെഗറ്റീവ് ആകണം. പിന്നെ ഒരാളെ ആദ്യം കാണുമ്പോൾ കെട്ടിപ്പിടിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്, അമേരിക്കയിലൊന്നുമല്ല. നമ്മുടെ കൾച്ചറും അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടായിരുന്നു ഒരു കോൺഗ്രസിൻ്റെ ഒരു ബിന്ദു അങ്ങനെയാണെന്ന് തോന്നുന്നു. അവരെ കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോൾ അവരെന്താണ് ചെയ്തത്? അവർ തടഞ്ഞു. അതാണ് ശരിക്കുള്ള പെണ്ണുങ്ങൾ, ശരിക്കുള്ള മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾ അങ്ങനെയാണ്. കാര്യം ഒരു പരപുരുഷം വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കേണ്ട കാര്യമില്ല. അതെത്ര അടുപ്പമുള്ളതെന്ന് പറഞ്ഞാലും നമുക്കങ്ങനെ കെട്ടിപ്പിടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൾച്ചർ അതാണ്. അല്ലാതെ അവർ വരുന്നതിന് മുമ്പേ വായോ കെട്ടിപ്പിടിക്കാമെന്ന് പറഞ്ഞ് ചെല്ലുന്നതിന് വേറെ പേരാണ് പറയുന്നത്. ഇനി നമുക്ക് ശാരികയുടെ കുറച്ച് ഡയലോഗ് കേൾക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. നമുക്കൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ശാരിക ഇപ്പം എനിക്കറിയാൻ പറ്റില്ല കേട്ടോ, രേണുവിനെ അങ്ങ് ദത്തെടുത്തേക്കുമെന്ന് തോന്നുന്നു. പക്ഷേ രേണുവിനെ ദത്തെടുത്ത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശാരികയുടെ അങ്ങ് ഉത്തരവാദിത്വം ശാരിക കയ്യെ പിടിച്ചു നടക്കുന്നു, ശാരിക കൊണ്ടു നടക്കുന്നു. അതിലും വന്ന് എൻ്റെ ഗുണ്ട മുന്നിൽ നടക്കുന്ന മാതിരിയാണ്. രേണുവിനെ തൊട്ട ഗുണ്ട എന്നുള്ള രീതിക്കാണ് നടക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. രേണുവിൻ്റെ നാക്ക് മതി, അല്ലാതെ ഗുണ്ടയുടെ ആവശ്യമുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാണ് നമുക്ക് ശാരികയുടെ കുറേ ഡയലോഗ് വെക്കാം. അവിടെ നിന്ന് ആരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പണ്ട് ചോദിച്ച കാര്യങ്ങൾ. പണ്ട് ഒരു ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നല്ലോ, അതിനകത്തിട്ട് പറഞ്ഞേക്കുന്ന ഭാഷകളോളം ഒരു റിയാക്ഷൻ മീഡിയക്കാരും രേണുവിനെ പറഞ്ഞിട്ടില്ല. അന്ന് ഇവർ യാതൊരു പ്രശ്നമില്ലാതെ മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന സമയമാണ് കാര്യം. അല്ലാതെ വേറെ ഒരു വേണ്ടാത്ത കാര്യങ്ങൾ ഇവർ ഒരു നെഗറ്റീവ് ഇവർക്ക് ആ സമയത്ത് അത്ര ഇല്ല. ആ സമയത്ത് ഇവരെടുത്ത് വെച്ച് അലക്കാണ് നമ്മൾ ആ ഒരു ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ 11 മാസം മുമ്പുള്ളൊരു. ഇപ്പോൾ ശാരി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ആ സമയത്ത് രേണുവിനെ ഓരോരുത്തരൊക്കെ കളിയാക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. അവർ മൊത്തം ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോക്കിയാൽ ഫുള്ള് രേണുവിന് സപ്പോർട്ടാണ്. കാര്യം അത് ഞാനും പറയുന്നത് കേട്ടോ. കാര്യം അത്രയും ക്ഷമയോടുകൂടി രേണു അത് മുഴുവൻ കേട്ടിരുന്നെന്നുള്ളതാണ്. വേറെ വല്ലവരാണെങ്കിൽ കർണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്ത് ചിറങ്ങി പോകത്തേ ഉള്ളായിരുന്നു. നമുക്ക് ശാരിയുടെ കുറച്ച് ഡയലോഗ് കേൾക്കാം. മുമ്പ് രേണുവിനെ അറിയാം. രേണുവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു വുമണാണ്. അവർ എന്താ പറയുന്നത്, അവരാരുടെയും പുറകെ കടം ചോദിച്ചോ അല്ലെങ്കിൽ അവരാരുടെയും പുറകെ ജോലി ചോദിച്ചോ ചെല്ലുന്നില്ല. അവർ അന്തസ്സായിട്ട് അവർ പണിയെടുത്ത് ജീവിക്കാൻ നേരത്തെ പറഞ്ഞിട്ട് അവർ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെന്തിനാണ് പുറകെയാണെന്ന് ശല്യപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ചിട്ട് ഒരാളുടെ ജീവിതം ഇങ്ങനെ അവർ ജീവനോടെ ഇരിക്കുന്നില്ല ഇപ്പോഴും. എന്തൊക്കെയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് ഇതിനൊന്നും പ്രതികരിക്കാത്തത്? എന്തൊക്കെയാണ് അവരെ കുറിച്ച് പറയുന്നത്? അത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്, അല്ലാതെ ഞാൻ അവരെ വെച്ച് കണ്ടന്റ് ചെയ്യാറില്ല. ചൂടാവത്തില്ലേ? ഹോട്ട് സീറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടാവേണ്ട ഒരു സീറ്റ് തന്നെയാണ് ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത്. അവരുടെ പെർമിഷനോടുകൂടെയാണ് നമ്മളതിനകത്ത് ഇരുത്തുന്നത്, അല്ലാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ലൈവായിട്ട് ചെയ്യുന്നൊരു സാധനമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരാളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ ഇടപെടുമ്പോൾ അവരുടെ പെർമിഷൻ എടുക്കണം. ഇപ്പം ഷഫീന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷീ സച്ച് അവർക്കൊന്നും പറയാനില്ല. അവന്മാരുണ്ട്, അവരൊന്നും ഇവരെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അവർ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനിരിക്കുമല്ലോ രേണുസുതി. അവർ അഭിനയിക്കുക, ആൽബത്തിൽ പോവുക, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുക, ഇതൊക്കെയല്ലേ അവർ ചെയ്യുന്നത്. അതുപോലെ അവനവൻ്റെ പണിയെടുത്ത് ജീവിക്കുക. മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒരാളെ വലിച്ചു കീറുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എത്രയോ മാന്യന്മാരുണ്ട്, അവരൊന്നും ഇവരെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ.
നിങ്ങൾ വലിച്ചു കീറി എത്രയും വേറെ ആരും വരെ വലിച്ചു കീറിയിട്ടില്ല. ഇപ്പോൾ അവൻ പറച്ചിലൊക്കെ കേട്ടാൽ തോന്നും ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത്. നിങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്റൊക്കെ ഞങ്ങൾ കണ്ടതാണ്. ഒരു 11 മാസം മുമ്പുള്ള ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീയെ പറയുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ, അത് ഇവർ ലൈവായിട്ടല്ല, ഇവർ അനുവാദത്തോട് കൂടിയാണെങ്കിൽ പോലും നിങ്ങൾ എത്ര മോശമായിട്ടാണ്. അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ സമയത്ത് രേണു അത് അവർക്ക് ആ സമയത്ത് ഒരു റീച്ച് വേണം രേണുവിന്. രേണു ആ സമയത്ത് അവിടുന്ന് പോകാൻ അതെല്ലാം സഹിച്ചവരിയ്ക്കുമായിരുന്നു ചെയ്ത്. അവർ കയറി വരുന്ന സമയമാണ്. അതുകൊണ്ട് അവർ ഇന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനത്തെ ചോദ്യം കൊണ്ട് അവരുടെ അടുത്ത് ചെന്നിരുന്നെങ്കിൽ നിങ്ങളുടെ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിയാലും ശരിക്കും. പിന്നെ ഷെബീന ബിബിയുടെ കാര്യം പറയുന്നത് കേട്ടല്ലോ, നിങ്ങൾ ഏതാണ്ടൊക്കെ അവർക്കിട്ട് ഉണ്ടാക്കിയെന്ന് കേട്ടായിരുന്നല്ലോ. ഷെബീന ബിബി ഇപ്പോൾ അകത്ത് പോകും. ഷെബീന ബിബി അകത്തല്ലേ? അവരതുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ നാണമില്ലേ ഇങ്ങനെ വന്നേച്ച്? നിങ്ങളുടെ ഒരു വീഡിയോ വന്നിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പുതിയ രീതിക്കാക്കി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വന്നിച്ച് ഷെബീന ബിബി നിങ്ങൾ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നു, അവരെ ഇപ്പോൾ പിടിച്ചങ്ങ് അകത്താക്കും, അവരകത്തിരിക്കും, കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെല്ലാം ഡയലോഗായിരുന്നു. അതൊന്നും നടന്നില്ലേ? അതൊന്നും ശരിയായില്ലേ? എന്നാത്തിനാണ് നിങ്ങൾ പറയാനുള്ളത്? ഇപ്പം നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ കാര്യം എന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് യാതൊരു റീച്ചും ഇല്ല. നിങ്ങളുടെ വിചാരം നിങ്ങൾ ഭയങ്കര സംഭവമാണെന്നുള്ളത്. ഇതുപോലെ നിലപാടില്ലാത്തൊരു സ്ത്രീ ഉണ്ടെങ്കിൽ നിങ്ങളാണ്. ബിഗ് ബോസിൽ വന്നിച്ച് നിങ്ങൾ കാണിച്ചു കൂട്ടിയ നിലപാടില്ലായ്മ മൊത്തം കണ്ടതാണ്. എന്നതാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ കണ്ടതാണ്. അതുകൊണ്ട് വീണ്ടും നിങ്ങൾ വലിയ മറ്റുള്ളവരുടെ നിലപാടിനെ പറ്റി ഒന്നും പറയാതിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് തന്നെ. നിങ്ങളുടെ ഡയലോഗ് കേട്ടത്തൊന്നും നിങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്ത് നല്ലതായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇവർ പണ്ട് റിയാക്ട് ചെയ്ത വീഡിയോയുടെ ഒരു കുറച്ച് ഭാഗം ഞാൻ കാണിക്കാം. കാര്യം വെച്ചാൽ അതിൽ നിന്ന് വലിയ തരക്കേടില്ലാത്തൊരു ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇതിനേക്കാൾ മോശമാണ് ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണുന്നത്. ഇതിനകത്ത് ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇത് റിയാക്ട് ചെയ്യുന്നതിന് ഇവർ പറയുന്നുണ്ടല്ലോ. നേരത്തെ രേണുവിനെ ഒരു ശശികല എന്നോ അങ്ങനെ അങ്ങനെ പറഞ്ഞൊരു സ്ത്രീ റിയാക്ട് ചെയ്തായിരുന്നു. അവരെ അന്ന് ഇവർ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നത് കേട്ടായിരുന്നു ശാരിക. നമുക്കൊന്ന് കാണാം. അതായത് ഒരു ലേഡി താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടതാണ്. ലേഡി ഒരു അമ്മച്ചി, ഒരു ശശികല എന്ന് പറയുന്നത് 57 വയസ്സുണ്ടെന്ന് അവർ തന്നെ അവർക്ക് താങ്കളെ തളച്ചെന്ന് എന്നെ തളച്ചിന് ആദ്യം വിളിച്ചോണ്ടാണ് ഞാൻ അവരെ അമ്മച്ചിന്ന് വിളിച്ചത്. ഓക്കെ, എന്നെ എന്തിനാണ് അവരും ഞാൻ പേഴ്സണൽ ഒരു ബന്ധമില്ല. പിന്നെ എന്തിനാണ് അവർ എന്നെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നത്? ഞാൻ ഞെക്കി പിടിക്കുന്നു, പിഴിയുന്നു. അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴിഞ്ഞത്. രേണു, ഈ താങ്കൾ അഭിനയിക്കുന്നത് ഒരു സമൂഹത്തിന് മുമ്പിലാണ്. താങ്കൾ സ്വന്തം വീട്ടിൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് തീർച്ചയായിട്ടും ആൾക്കാർ കമന്റ് ചെയ്യില്ലേ? കമന്റ് ചെയ്ത് എനിക്ക് വിഷയമൊന്നുമില്ല. അവരെന്നെ എന്നെ പിടിച്ച് ജയിലിടാൻ ഞാനോതിന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു അഭിപ്രായം പറഞ്ഞോട്ടെ, വിഷയമല്ല. അപ്പോൾ എന്തുകൊണ്ട് താങ്കൾ അവർക്കെതിരെ കേസ് കൊടുക്കുന്നില്ലെങ്കിൽ? എനിക്ക് സൂചന മരിച്ച സമയത്ത് കാര്യമായിരുന്നല്ലോ, നന്നായിട്ട് കാര്യമായിരുന്നു. ആരും കാണാതൊക്കെ കാര്യമായിരുന്നു, അല്ലാതെ കാര്യമായിരുന്നു. അന്നും ഒരു അലിഗേഷൻ കേട്ടിരുന്നു രേണു സുധിച്ചേട്ടൻ മരിച്ചു കിടക്കുമ്പോൾ കരയുമ്പോഴും ക്യാമറ നോക്കിക്കൊണ്ടാ കരയുന്നത്. എനിക്കറിയില്ല. ഞാൻ ആ സമയം ഓർക്കും. അന്നത്തെ ദിവസം ഞാൻ എന്നോട് ചോദിക്കുന്നത് ഞാൻ ഓർക്കുന്നില്ല. നല്ലൊരു കിളി പോയ അവസ്ഥയായിരുന്നു. നീ ക്യാമറ നോക്കി കരഞ്ഞ ക്യാമറ അവിടെ വെച്ചൊന്നും എനിക്കറിയത്തില്ല. കരച്ചിൽ നിർത്തും, പിന്നീട് ക്യാമറ നോക്കിയാണ്. അത് വല്ല കേട്ടല്ലോ, ഇത്രയും മോശമായിട്ടാണ് ഇവർ ഇന്റർവ്യൂ. ഒരു ഭർത്താവ് മരിച്ചു കിടന്ന സമയത്ത് അവരാണ് തന്നെ പറയുന്നുണ്ട് എന്നത് തലേദിവസം വരെ എൻ്റെ കൂടെ കഴിഞ്ഞ ഒരു ആളാണ്. പിറ്റേ ദിവസം ഞാൻ അദ്ദേഹം എന്നെ വിട്ടു പോയെന്ന് അറിയുമ്പോൾ അവരുടെ മൈൻഡേ മാറിപ്പോയെന്നാണ് പറയുന്നത്. ആ പോയ സമയത്ത് അതാണ് ശാരിക എടുത്ത് ചോദിച്ചേക്കുന്നത്. ഇതാണ് ലോകത്തോടു കൂടിയുള്ള ഇന്റർവ്യൂ ആയിരുന്നെന്ന് പറഞ്ഞാൽ അവരുടെ സമ്മതത്തോടു കൂടിയുള്ള രേണു ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറഞ്ഞിട്ടായിരുന്നു ചോദിച്ചത്. ഭർത്താവ് മരിച്ച സമയത്ത് ക്യാമറ കാണുമ്പോഴത്തേക്ക് കരയും, അത് കഴിയുമ്പോഴത്തേക്ക് കരയാതിരിക്കും, വീണ്ടും ക്യാമറ നോക്കി കരയും എന്ന് പറഞ്ഞു. ഇതൊന്നും പുള്ളിക്കാർ പറഞ്ഞത് രേണുവിനെ പറ്റി മോശമായിട്ട് ഇത്രയൊന്നും ആയിരിക്കാലും ഒരു റിയാക്ഷൻ മീഡിയക്കാരും പറഞ്ഞിട്ടില്ല. ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് തെളിവ് സഹിതം എടുത്ത് വെച്ചാണ് എല്ലാവരും റിയാക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഷെബീന ബീബി ഒരു കാര്യം കൊണ്ടുവന്നാൽ അവരതിൻ്റെ കറക്റ്റായിട്ടുള്ള ഭാഗങ്ങൾ എടുത്ത് വെച്ചാണ് അവർ ഒന്നിച്ച് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ അവർ ചുമ്മാ അല്ലെങ്കിൽ അവർ പറയും അതിൻ്റെ തെളിവ് എൻ്റെ കിട്ടട്ടെ എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്യാം എന്നേ പറയാറുള്ളൂ. അല്ലാതെ അവർ ചാടിക്കയറി വന്ന് ഇങ്ങനെ ഒരു കാര്യം അറിയാതെ കിടന്ന് അവർ റിയാക്ട് ചെയ്യാറില്ല. ഷെബീന ബീബി എനിക്ക് പേഴ്സണലായിട്ടൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. അവരുടെ വീഡിയോസ് എല്ലാം ഞാൻ പണ്ട് മുതലേ കാണാറുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരുടെ വീഡിയോയ്ക്കകത്ത് അവർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും അവർ പറയുന്നൊരു ഒരു ശരിയല്ലാതെ അവർക്ക് പോയി ഒരു അബദ്ധം പറ്റുമെങ്കിൽ അതും അവർ പറയാറുണ്ട്. ഞാനത് പറഞ്ഞ് ശരിയല്ലായിരുന്നു, അങ്ങനെ എല്ലാവരും കാര്യങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അവരെ കൊണ്ടൊക്കെ അത് ചെയ്യിപ്പിച്ചതാണ്. അത് രേണുവിനേക്കാൾ കൂടുതൽ അത് ചെയ്യിപ്പിച്ചത് രേണുവിൻ്റെ കൂടെയുള്ള ഈ മീഡിയക്കാരും പിന്നെ ഈ രേണുവിൻ്റെ കൂടെ നടക്കുന്നവർ മാത്രമാണ് ഇവരെ ഇത്രയും ഇതാക്കിയത്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ നിങ്ങൾ നോക്കിയാൽ കാണാം. ശാരിക രേണു ഹോട്ട്സെറ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ കിട്ടും. അത് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. നിങ്ങൾ അതെടുത്ത് കണ്ടു നോക്കുക. എന്നിട്ട് ഈ കൂടെ നടക്കുന്ന ഈ പാപ്പാനെ പോലെ നടക്കുന്ന ഇവരുടെ സ്വഭാവം എന്നാന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാകും. പുള്ളിക്കാരുടെ വിചാരം ബാക്കി എല്ലാവരും അങ്ങ് മോശക്കാർ, പുള്ളിക്കാർ മാത്രം രേണുവിനെ ഇങ്ങനെ അങ്ങ് സപ്പോർട്ട് ചെയ്താലേ രേണു രക്ഷപ്പെടുള്ളൂ എന്നുള്ള ചിന്തയിലാണ് പുള്ളിക്കാർ നടക്കുന്നത്. ഇവർ വളർന്നു വന്ന സമയത്ത് ഇവരാരും ഇല്ലായിരുന്നല്ലേ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ടിപ്പോൾ റിയാക്ട് ചെയ്യുന്നവരുടെ അടുത്തോട്ട് ഡയലോഗ് അടിച്ചെടുക്കുന്നത്. നമുക്ക് രേണുവിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു, കരീഷ്മയുടെ ഒരു വോയിസ് കേട്ടായിരുന്നു. ഒരു ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു രേണുവിനെ പറ്റി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. അവർ ഒന്നും പറഞ്ഞു, ഒരു കെപ്പില്ലാത്തൊരു പെങ്കൊച്ചാണ്, ഒരു ആരോഗ്യമില്ലാത്ത പെങ്കൊച്ചാണ്. ഈ ആരോഗ്യമില്ലാത്ത പെങ്കൊച്ച ബാറ്റും എടുത്തുകൊണ്ട് ഓടുന്നതാണ്. രേണു തന്നെ പറഞ്ഞു എനിക്ക് തൊഴിലുറപ്പിന് പോകാൻ പറ്റത്തില്ല, എനിക്ക് അതിനുള്ള ആരോഗ്യമില്ലെന്ന്. ഈ ബാറ്റും എടുത്തുകൊണ്ട് ഓടുന്ന അത്രയും പാടൊന്നും ഇല്ല തൊഴിലുറപ്പിന് പോയുള്ള പണിയെന്ന് പറഞ്ഞാൽ. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എത്ര ഇതായിട്ടാണ് ഓടുന്നത്, ഒരു കുഴപ്പമില്ലാതാണ് ഓടുന്നത്, ഒരു പ്രശ്നമില്ല. ബാറ്റും എടുത്തുകൊണ്ട് നല്ല സ്റ്റൈലായിട്ട് തന്നെ ഓടി അപ്പുറേ പോകുന്നുണ്ട്. ആ ബാറ്റിന് എന്തായാലും തീരെ വെയിറ്റ് ഇല്ലാത്ത ബാറ്റ് ആയിരിക്കത്തില്ല. കാര്യം ഇങ്ങനെയുള്ള ക്രിക്കറ്റ് കളിക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഇച്ചിരി വെയിറ്റുള്ള ബാറ്റ് തന്നെ ആയിരിക്കും. വെയിറ്റ് ഇല്ലാത്ത ബാറ്റൊന്നും അല്ല അവർക്ക് കൊടുക്കുന്നത്. അവിടെ അതുകൊണ്ട് ഓടാൻ അവർക്ക് ആരോഗ്യമുണ്ട്. പിന്നെ എന്നെ കെപ്പില്ലാഴിക്കാന്ന് പറഞ്ഞാൽ എന്നെ ആരോഗ്യമില്ലാഴിക്കാന്നാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ പല ഡയലോഗായിട്ട് പലരും വരും.
കുറേ ഡയലോഗൊക്കെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ. പിന്നെ ഇതിനകത്ത് കുറേ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് ഞാനെടുത്ത് ഇടുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയവും മതവും എനിക്ക് എൻ്റെ ചാനൽ അത്ര കൊണ്ടുവരാൻ ഇഷ്ടമില്ല. നിവൃത്തികേട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരു നിവൃത്തി ഇല്ലാത്ത വന്നാൽ അത് നമ്മൾ കേട്ടിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ മിണ്ടായിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ മാത്രമാണ് ചിലതെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ രാഷ്ട്രീയം ഇന്നത്തെ ഇവരെല്ലാം രാഷ്ട്രീയ കാര്യങ്ങൾ കുറേ പറഞ്ഞത്. എനിക്കതിൽ അക്ബർ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം അക്ബർ ചെയ്ത വീഡിയോയും ഞാൻ കണ്ടായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുക്രു പറയുന്നുണ്ട്, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. രാഷ്ട്രീയം പറയാനുള്ള വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല എന്ന് പറയുന്നത് കറക്റ്റ് മറുപടിയാണ്. പിന്നെ ആരും ഒന്നും ചോദിക്കാൻ വരികയാണല്ലോ രാഷ്ട്രീയത്തെ പറ്റി. എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല. രാഷ്ട്രീയത്തിൽ എന്നുവെച്ചാൽ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു കാര്യത്തെ പറ്റിയുള്ള അറിവും കാര്യങ്ങളും ഒന്നും ഇല്ല എനിക്ക്. പിന്നെ അതിനെപ്പറ്റി എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഫുക്രുവിൻ്റെ ആ ഒരു ഡയലോഗ്. അക്ബർ ഞാൻ കണ്ടായിരുന്നു, അക്ബറിൻ്റെ വീഡിയോ കണ്ടായിരുന്നു. എനിക്കതെല്ലാം ഒന്നും മനസ്സിലായില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇന്നയാളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അവരെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നതെന്ന് മനസ്സിലായി. അത് അക്ബർ പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. ക്രിക്കറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ക്രിക്കറ്റ് കൂത്ത് കാണിക്കുന്ന മാതിരിയാണ് കിടന്ന് കാണിച്ചേക്കുന്നത്. മഹാ കോമാളിത്തരം കൊണ്ട് കുറേ ആൾക്കാർ ഇറങ്ങി ഇവർക്ക് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കൂടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അല്ലാതൊക്കെ കൂടാം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ബിഗ് ബോസിൽ ഇവർക്ക് അതിൻ്റെ സംഘടനയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിറോസ്, കിടിലൻ ഫിറോസൊക്കെ, കിടിലൻ ഫിറോസ് ആണോ അതോ ഒരു സജിനയുടെ ഹസ്ബൻഡ്, മുടിയെ കൊളുത്ത സജിനയുടെ ഹസ്ബൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല, സജിനയുടെ എക്സ് ഹസ്ബൻഡ്, പുള്ളിക്കാരൻ ഒക്കെ കൂടി തുടങ്ങിയ ഒരു ഇതാണ് ഈ ബിഗ് ബോസിലെ കുറേ ടീമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന. അതുണ്ട് അതിനകത്ത്, ഇവരുമൊക്കെ ഉള്ളതാണ്. എനിക്കൊന്ന് അതിനകത്ത് വിൻ ചെയ്തവരുണ്ടോ ഇല്ലെന്ന് തോന്നുന്നു. അല്ലാതെ അതിൽ നിന്ന് വിറ്റായി പോയവരെല്ലാം കൂടെ കൂടി ചേർന്ന് തുടങ്ങിയേക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു സംഘടനയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവരെല്ലാവരും ഉണ്ട് ഒക്കെ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു കലാപരിപാടിയായിട്ടൊക്കെ നിങ്ങൾക്ക് വെക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനയിക്കാൻ അറിയാവുന്നതാണ് ഇതിനകത്തുള്ള എല്ലാവരും. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ കാണാൻ ഇച്ചിരി രസമുണ്ട്. ഇത് ചുമ്മാ ഒരു കളിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് പറയും, അതുപോലെ ആക്കി കളഞ്ഞു ഈ ക്രിക്കറ്റ് കളിയെ. ഭയങ്കര ബോറാക്കി കളഞ്ഞു. അത് അത്രയ്ക്കൊരു രസം തോന്നില്ല. നമ്മൾ സിനിമാക്കാരൊക്കെ അവരൊക്കെ ക്രിക്കറ്റ് കളി കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും. കാര്യം അവരൊക്കെ കുറച്ചൊക്കെ അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് ബാറ്റ് പോലെ രേണുവിനോട് ചോദിക്കുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് ബാറ്റ് ചെയ്യാൻ അറിയത്തില്ല, ബോൾ ചെയ്യാൻ അറിയത്തില്ല, എനിക്കൊരു ബാറ്റ് പിടിക്കാൻ പോലും അറിയത്തില്ല, പിന്നെ ഞാൻ എങ്ങനെ കളിക്കും? അത്രയും പോലും ഇതിനെപ്പറ്റി ഒരു അറിവില്ലാത്തവരാണ് അതിനകത്ത് വന്നത്. രേണു മാത്രമല്ല കേട്ടോ, മിക്കവരും അത് തന്നെയാണ്. പെണ്ണുങ്ങളായിട്ട് വന്നേക്കുന്നത് മിക്കവരും അങ്ങനെ തന്നെയാണ്. ഒന്നും അറിയാൻ വരാതെ വന്നേക്കുന്നവരാണ്. അവർക്കിത് എന്ത് ഒരു രസം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിതെടുത്തിച്ച് റിയാക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ഇടുക. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ. ഹൈപ്പ് ചെയ്യുക, പിന്നെ നിങ്ങൾ സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.